ഹായ്, ഗുലാബ് ജാമുൻ. കണ്ടിട്ട് കൊതി വരുന്നുണ്ടല്ലേ? എന്നാൽ നമുക്കിന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു 1/2 ലിറ്റർ പാല്, ഒരു 100 ഗ്രാം നെയ്യ്, പിന്നെ ഒരു 1/2 കിലോയുടെ മിൽക്ക് പൗഡർ, പിന്നെ ഒരു കുറച്ച് മൈദ, കുറച്ച് സോഡാപ്പൊടി, ഇതൊക്കെ മതി. നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി തീയിലേക്ക് വെക്കാം. പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ കത്തിച്ചാൽ മതിയാവും. ഉണ്ടായിരുന്ന കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചെറുതായിട്ട് ചൂടാക്കി വറ്റിച്ചെടുക്കാം. രണ്ട് പറ്റി വന്നു, വെള്ളമെല്ലാം പറ്റി കുറുകി നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി തണുക്കാൻ വെക്കാം. ചെറിയ ചൂടുണ്ട്, അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പനിനീര്, നമുക്ക് അല്പം പനിനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. പനിനീരിൻ്റെ ഒരു മണം ഒക്കെ വേണ്ടേ? ഗുലാബ് ജാമുൻ എന്നല്ലേ എൻ്റെ പേര്, അപ്പം നമുക്ക് പനിനീര് ഒഴിക്കാതെ പറ്റത്തില്ല. പനിനീര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തു. നമുക്കൊരു കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാം. കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് തുല്യ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കായും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിച്ചം വന്ന പനിനീരും കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു ചെറിയ ഒട്ടലുണ്ടായിരിക്കണം. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ചെറിയ ഒട്ടലുണ്ടായിരിക്കണം. ആയതുകൊണ്ടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇറങ്ങ് വാങ്ങി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് നന്നായിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു ശകലം പോലും വിള്ളൽ പാടില്ല. നന്നായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. 30 എണ്ണത്തോളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി തീയെ വെച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ചൂടാകരുത്, ഒരു മീഡിയം ചൂടായാൽ മതി. അത് നമുക്കിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ കഴിയുമ്പോൾ അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓരോ റസഗുളയും ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം. തമ്മിൽ ചേരാത്ത വിധത്തിൽ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉണ്ടോ, ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കെണ്ണ കോരിയെടുക്കാം. കോരി പഞ്ചസാര ലായനിയിലേക്ക് ഇടുകയാണ്. അത് പഞ്ചസാര ലായനി വലിച്ചെടുത്തോളും. നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം.
അത് നമുക്ക് കോരി പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ ആ പഞ്ചസാര നല്ലപോലെ ഇത് വലിച്ചെടുക്കും. പഞ്ചസാര ലൈനിൽ നല്ല പഞ്ചസാര മധുരം എല്ലാം വലിച്ചെടുക്കും. ഇത് എത്ര ദിവസം വെക്കുന്നോ ഓരോ ദിവസം വെക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ? കണ്ടോ, അതൊക്കെ നല്ലപോലെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.